എൻ്റെ പേര് പ്രിയ. ഞാൻ തിരുവനന്തപുരം വിതിരയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ മാസം 10-ാം തീയതിയാണ് ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വരുന്നത്. എൻ്റെ വസ്തുവിൻ്റെ ഒരു ജപ്തിയുടെ പ്രശ്നവുമായിട്ടാണ് ഞാൻ ജോസഫ് അച്ഛനെ കാണാനായിട്ട് ഈ അൾത്താരയിൽ നിങ്ങൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ മാസം 10-ാം തീയതി കണ്ണീരോടുകൂടി ഞാനിവിടെ ഇരുന്നത്. ഞാനിവിടുന്ന് ജോസഫ് അച്ഛനെ കണ്ട് വീടെത്തുന്നത് വരെ ഞാൻ കരച്ചിൽ മാത്രമേ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. കാരണം ഒന്ന് പറയാൻ, കഴിഞ്ഞ 10 വർഷമായി ഞാൻ പരിശ്രമിച്ച ഒരു കാര്യമാണ് നടക്കാതെ. ഞാൻ ഓരോ പ്രാവശ്യവും അതിനുവേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെയും ഒരിക്കലും നടക്കാത്തൊരു കാര്യമായിരുന്നു ജോസഫ് ഈ 2 ആഴ്ച കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം അത്ഭുതമായിട്ട് നടന്നത്. കാരണം ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ഈ നടന്നതൊന്നും. എന്തെന്ന് വെച്ചാൽ, എൻ്റെ ചേട്ടൻ്റെ ജോലി സംബന്ധമായിട്ട് ഒരു വിസയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വിസയായിട്ട് വെച്ചതല്ല. എനിക്ക് അങ്ങനെ പറയാനാണെങ്കിൽ എനിക്ക് 2 ആൺകുട്ടികളായിരുന്നു, ഇരട്ട കുട്ടികളായിരുന്നു. 2025 ഒരു 9-ാം തീയതി എനിക്കുണ്ടായിരുന്ന ഒരു കുട്ടി ഇലക്ട്രിക് ഷോക്ക് അടിച്ച് മരിക്കുകയും അതിനുശേഷം ഞാൻ പള്ളികളിൽ പോവാറേ ഇല്ല. ഞാൻ CSA പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരി സംബന്ധമായിട്ടാണ് ഈ കൃപാസനത്തെപ്പറ്റി ഞാൻ അറിയുന്നത്. പള്ളികളിൽ ഞാൻ പോവാത്തതെന്ന് വെച്ചാൽ എനിക്ക് ആൾക്കൂട്ടം ഭയങ്കര പേടിയായി തുടങ്ങി. പിന്നെ ഞങ്ങൾ 3 പേരും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോവാറില്ല. ഒരു കല്യാണത്തിനായാലും ഒരു മരണ വീടുകളിലായാലും പഠിക്കുന്ന കാര്യത്തിലായാലും ഞാൻ പോവാറേ ഇല്ല. പിന്നെ ഞാൻ ആദ്യം കാലെടുത്ത് വെച്ചത് ഈ കൃപാസനത്തിലാണ്. പക്ഷേ ഇപ്പോഴും എനിക്ക് ആൾക്കൂട്ടം കാണുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ അന്ന് അവനെ കൊണ്ടുവന്ന ദിവസങ്ങൾ മാത്രമേ എൻ്റെ മനസ്സിലുണ്ടാവാറുള്ളൂ. അവസാനമായിട്ട് ഞാൻ എൻ്റെ ചേട്ടൻ ഈ വിസയുടെ പൈസ ഞാൻ പിൻവാങ്ങുന്നത് എൻ്റെ വാവേണം മരിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്താണ് ആ പൈസ എനിക്ക് പിൻവലിച്ച് എനിക്ക് കയ്യിലെത്തുന്നത്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇനി ഈ വിസയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങില്ല എന്ന്. ഇനിയും മുന്നോട്ട് യാത്ര ചെയ്യണമെന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിൽ മാത്രം ഞാൻ മാതാവിൻ്റെ നടയിൽ ഞാൻ വന്നു. പക്ഷേ ഈ മാതാവിൻ്റെ നടയിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ട്. പക്ഷേ ഈ മാതാവിൻ്റെ നടയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോവുകയും ഞങ്ങൾ പള്ളിയുടെ നട ചവിട്ടുകയും തുടങ്ങിയത്. പിന്നെ ഞാൻ ഒരിക്കൽ പോലും പള്ളിയിൽ നട ചവിട്ടാതിരുന്നിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാറുണ്ട്. എൻ്റെ മോൻ്റെ കല്ലറയിലല്ലാതെ പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ടേ ഇല്ല. ഇന്നേക്ക് 5 വർഷമാവണം എൻ്റെ മോൻ എന്നെ വിട്ട് പോയിട്ട്. ഞാൻ അത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 10 വർഷം കൊണ്ട് എനിക്ക് നടക്കാത്ത കാര്യം കഴിഞ്ഞ മാസം 10-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ ഞാൻ എൻ്റെ ഒരു വസ്തു സംബന്ധമായിട്ട് ഒരു ജപ്തിയുടെ കാര്യത്തിന് സംസാരിക്കാൻ വന്നു. അതിൻ്റെ കൂട്ടത്ത് ഞാൻ ജസ്റ്റ് ഈ പാസ്പോർട്ട് ഞാൻ കയ്യിൽ വെച്ചിരുന്നു. എന്തിനാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇവിടെ ഇരുന്ന് ഞാൻ നല്ലപോലെ കരഞ്ഞ്. പക്ഷേ വസ്തുവിൻ്റെ പേപ്പർ മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളൂ, പാസ്പോർട്ട് എൻ്റെ നിന്ന് വാങ്ങിച്ചില്ല. പക്ഷേ എനിക്കത് ഭയങ്കര സങ്കടമായി, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. പക്ഷേ വസ്തുവിൻ്റെ പേപ്പർ വാങ്ങിച്ച് മാതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത് എന്തിനാണ് ഈ പാസ്പോർട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ അതിനൊന്നും ഞാൻ മറുപടി പറഞ്ഞില്ല. പക്ഷെ ഞാൻ കരയുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അച്ഛൻ പറഞ്ഞു 2 ആഴ്ച കഴിയുമ്പോൾ വന്ന് സാക്ഷ്യം പറയണമെന്ന്. ഇന്ന് ഈ നിമിഷം വരെയും ഞാൻ ഒന്നുമേ അറിഞ്ഞിട്ടില്ല. സുഞ്ചേട്ടൻ്റെ പാസ്പോർട്ടിൽ എല്ലാം ശരിയായി, ജോലി സഹിതം ശരിയായി. എൻ്റെ മാതാവിനും കർത്താവിനും 1000 നന്ദിയുണ്ട്. കാരണമെന്ന് വെച്ചാൽ എനിക്ക് ഈ ആൾക്കൂട്ടം കാണാൻ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഈ ഒരു 4 വർഷം വിറയിലായിരുന്നു. പക്ഷെ ഇതെല്ലാം മാറ്റി തന്നത് ഈ മാതാവാണ്. നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങളോടൊപ്പം എപ്പോഴും ഈ മാതാവ് ഉണ്ടാവും. ഈ മാസം 7-ാം തീയതി ചേട്ടൻ ഗൾഫിൽ പോവുകയാണ്, ഒമാനിലാണ് പോണത്. നിങ്ങളുടെ ഓരോരുത്തരെയും വിഷമം ഈ അമ്മ കാണുന്നുണ്ട്. ഒരിക്കലും കൈവിടാതിരുന്ന അമ്മ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. പിന്നെ കാരുണ്യ പ്രവൃത്തി, എനിക്ക് ഒരുപാട് പറയാനും സംസാരിക്കാനും ഉണ്ട്. പക്ഷേ നിങ്ങൾ ഒരിക്കലും മാതാവിനെ കൈവിടാതെ മുറുകെ പിടിച്ചോ, നിങ്ങൾക്ക് നല്ലതേ വരൂ. മാതാവിനും ഈശോയ്ക്കും നന്ദി, കോടാനുകോടി നന്ദി. ഞാൻ വീണ്ടും പറയാണ്, മാതാവല്ലാതെ ഒരു രക്ഷ നിങ്ങൾക്കുണ്ടാവില്ല. അതിന് ഏക ഒരു സാക്ഷി ഞാനാണ്. മത്തായി 6:8 നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ
നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. പ്രിയ എന്ന ഈ മകളുടെ കണ്ണീരിൽ കുതിർന്ന സാക്ഷ്യമാണ് നാം കേട്ടത്. മകൾ വ്യക്തമായി സൂചിപ്പിച്ചു കാര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, എത്ര കണ്ട് ആ കുടുംബം സങ്കോചപ്പെട്ട് ചുരുങ്ങി ആരെയും കാണുവാൻ പറ്റാത്ത വിധം ഒതുങ്ങിപ്പോയെന്ന്. കൃപാസന മാതാവ് എവിടെയൊക്കെ ആളുകൾ ദുരന്തത്തിലുണ്ടോ അവരെ അമ്മയുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അതിന് അമ്മയുടെ വഴികളുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും പറയുന്നതായിരിക്കും, ചിലപ്പോൾ വെറുതെ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ഒരു യൂട്യൂബിലെ കൃപാസനമോ അവിടുത്തെ ഒരു സാക്ഷ്യമോ അച്ഛൻ്റെ ഒരു ധ്യാനമോ ഒരു ചിത്രമോ ഒക്കെ ഇങ്ങനെ കയറി വരുന്നതായിരിക്കും. ആരും പുറത്തുനിന്നും പറയുന്നതല്ല, അമ്മ തന്നെ മൊബൈലിൽ വന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. അത് ചിലപ്പോൾ ഒരു പത്രം കിട്ടുന്നതിൻ്റെ ഒരു ആശ്വാസമായിരിക്കും. അങ്ങനെ മകൾ പറഞ്ഞു, കുഞ്ഞ് നഷ്ടപ്പെട്ടതിന് ശേഷം ആദ്യം ഒരു ദേവാലയത്തിലേക്ക് ചുവട് വെച്ചത് അമ്മ മാതാവിൻ്റെ തിരുനടയിലാണെന്ന്. ഇവിടെ വരുമ്പോൾ കുടുംബം അതിലും വലിയ പ്രതിസന്ധിയിലാണ് വരുന്നത്. അത് ജപ്തി നടപടികളിലേക്ക് വീടും സ്ഥലവും പോവുകയാണ്. അതിനൊരു ആശ്വാസം അമ്മ മാതാവ് നൽകാൻ വേണ്ടി ഇവിടെ എത്തിയേ. അതാ മോള് പറഞ്ഞേ, കഴിഞ്ഞ മാസം പകുതി കഴിയുമ്പോൾ അച്ഛനെ കാണാൻ വേണ്ടിയുള്ള ടോക്കൺ കിട്ടി. അതുകൊണ്ട് ആ ജപ്തി നടപടിയുടെ പേപ്പറുകളെല്ലാമായി അച്ഛനെ കാണാൻ നിൽക്കുമ്പോൾ എന്തിനെന്നറിയാതെ ശരിക്കും 10 വർഷം മുമ്പ് ഉപേക്ഷിച്ച ആ ഒരു വിദേശത്ത് പോകണമെന്നൊരു മോഹം ആ പാസ്പോർട്ട് കയ്യിൽ പിടിച്ച് നിൽപ്പുണ്ട്. അതാ നമ്മൾ പറഞ്ഞേ, അച്ഛൻ വന്ന് നോക്കി ടോക്കണിൽ എഴുതിയിരിക്കുന്നത് ജപ്തി നടപടി സംബന്ധിച്ചാണ്. അതിൻ്റെ പേപ്പറുകൾ വാങ്ങി മാതാവിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചു, തിരികെ വന്ന് കൊടുത്തു. അവിടെ തീരേണ്ട വിഷയമാണത്. അങ്ങനെയാണ് സാധാരണ. പക്ഷേ ഈ അൾത്താരയിലേക്ക് നിങ്ങൾ അച്ഛൻ്റെ ആശീർവാദത്തിന് വേണ്ടി മുട്ടുകുത്തുന്നത് ഹൃദയശുദ്ധിയോടുകൂടിയും പൂർണ്ണമായി അമ്മയിൽ ശരണപ്പെട്ടും അമ്മ കൂടെ നിന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചുമാണെങ്കിൽ അമ്മ കാര്യങ്ങൾ മാറ്റിമറിച്ച് തരും. ഏതാണോ പ്രയോറിറ്റി ഉള്ളത്, ഏതാണോ ജീവിതം മുന്നോട്ട് പോകുവാൻ വേണ്ടി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്, ആ വിഷയം ഒരുപക്ഷെ നമുക്ക് ഡോക്യുമെൻ്റ് ഇല്ലാത്തത് കൊണ്ട്, പറയാനൊരു വഴിയില്ലാത്തത് കൊണ്ട് നാം ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുമ്പോൾ അമ്മ ഏറ്റെടുത്ത ആ വിഷയം നമ്മോട് പറയും, ഞാനിത് കണ്ടിട്ടുണ്ടെന്ന്. അതാ ഇവിടെ സംഭവിച്ചേ. അച്ഛൻ വന്ന് മോളോട് ചോദിക്കുന്നത്, എന്തിനാ നീ പാസ്പോർട്ട് കൊണ്ടുവന്നേ? അവൾ പറയാൻ പറ്റുന്നില്ല, കരയാനേ പറ്റുന്നുള്ളൂ. അതാ അച്ഛനെടുത്തിട്ട് വീണ്ടും മാതാവിൻ്റെ കയ്യിൽ പോയി പ്രാർത്ഥിച്ച് തിരികെ കൊണ്ടുവന്ന് പറയുന്നത്, 2 ആഴ്ചക്കുള്ളിൽ സാക്ഷ്യം പറഞ്ഞോളാൻ. അതങ്ങനെ പറയാൻ പറ്റില്ല, മാനുഷികമായി പറയാൻ പറ്റില്ല. വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ളൊരു പ്രോസസ്സ്, അതിൻ്റെ കാര്യങ്ങൾ, സാമ്പത്തികം, വിസ, അതിൻ്റെ മറ്റ് സാഹചര്യങ്ങൾ ശരിയായി വരൽ, എന്തായാലും ഒരാൾ തീരുമാനമെടുത്താൽ ഒരു 5-6 മാസം അതിൻ്റെ പുറകെ ചുരുങ്ങിയത് നടക്കേണ്ടി വരും. ഇതൊന്നും അച്ഛൻ നമ്മളോടൊരു സന്ദേശം പറയുമ്പോൾ അത് അച്ഛൻ്റെ ബുദ്ധി വൈഭവമോ അച്ഛൻ നമ്മളോട് പറയാൻ വേണ്ടി എന്തെങ്കിലും വാക്കുകൾ പറയുന്നതോ അല്ല. അത് ഈ അൾത്താരയിൽ പറയുന്ന സാക്ഷ്യങ്ങളിൽ നമ്മളത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. അച്ഛൻ വന്ന് മോളോട് പറയുന്നത്, ഈ പാസ്പോർട്ട് മാത്രമാണ് നിൻ്റെ കയ്യിൽ ഇരിക്കുന്നതെങ്കിലും 2 ആഴ്ചക്കുള്ളിൽ വന്ന് സാക്ഷ്യം പറയുന്ന. 2 ആഴ്ച എത്തുമ്പോൾ കുടുംബം ഈ അൾത്താരയിൽ നിന്ന് അമ്മ മാതാവിന് കണ്ണീരോടെ, ആനന്ദക്കണ്ണീരോടുകൂടി നന്ദി പറയുകയാണ്. 2 ആഴ്ച കൊണ്ട് എല്ലാം ക്രമീകരിക്കപ്പെടുന്നു. സാമ്പത്തികം ക്രമീകരിക്കപ്പെടുന്നു, ജോലി ക്രമീകരിക്കപ്പെടുന്നു, ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ക്രമീകരിക്കപ്പെടുന്നു. എല്ലാം ക്രമീകരിച്ചുകൊണ്ട് അമ്മ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പലപ്പോഴും ജോസഫ് അച്ഛൻ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അമ്മയുടെ അരികിൽ കൊണ്ടുവന്ന് മുട്ടിക്കുമ്പോൾ തന്നെ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ അനുഗ്രഹം കാണുകയാണ്. അതാ തിരികെ വന്ന് പറയുന്ന സന്ദേശമായിട്ട്. ചിലരോട് പറയും, ഇപ്പം നോക്കണ്ട കേട്ടാ, പോകണ്ടെന്ന് പറയും. എന്നാലും അടുത്ത അച്ഛനെ തേടി പോകുന്നത് കാണാം. ചിലരൊക്കെ എത്ര ഓടിയാലും നടക്കാൻ പ്രയാസമായിരിക്കും. കാരണം അതൊരു മാനുഷികമായ പറച്ചിലല്ല. അമ്മ മാതാവിൻ്റെ അരികിൽ 24 മണിക്കൂറും പ്രാർത്ഥന കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു ആത്മസ്തുതിയുടെ ദൈവികമായ സംഭാഷണത്തിൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും ഒരു തുറവിയാണ് നമുക്കതിലൂടെ കിട്ടുന്നത്. സന്ദേശം അതാണ്, ദൈവികമാണ്. അതുകൊണ്ട് അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ, അത് അച്ചിട്ടതുപോലെ അതിനകത്ത് നമ്മൾ ക്ലിയർ ആണെങ്കിൽ അനുഗ്രഹമുണ്ടാവും. നോക്കുക, എന്തിനാ വന്നേ? ജപ്തി നടപടി മാറാൻ വേണ്ടി. എന്താ കൊടുത്തേ? മനസ്സിൽ ആഗ്രഹമുണ്ട്, സാഹചര്യം ഒന്നുമില്ല, ഒരു ഓപ്പണിങ് പോലും ഇല്ലാത്ത വിദേശ ജോലിയും അതിനുള്ള വിഷയമാണ് അമ്മ മാതാവ് കയ്യിൽ വെച്ച് കൊടുക്കുന്നത്.
അമ്മയിൽ ആശ്രയിച്ചാൽ മതി. അമ്മ നമ്മൾ ചോദിക്കുന്നതിനപ്പുറം നമ്മുടെ കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾക്ക് അമ്മ തീരുമാനം തരും. ആയിരക്കണക്കിന് മക്കൾ ഈ അൾത്താരയിൽ ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന്, ഈ വിശ്വാസത്തിന്, ജീവിതം കുറേ കൂടി ദൈവികമായി കൊണ്ടുവരുവാൻ വഴി തുറന്നു കൊടുത്ത അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.